ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ ഗോപ്രോയുടെ ഹീറോ 8 എന്ന് പറഞ്ഞ ഒരു ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതുവരെ മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ക്യാമറയിലാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഗോപ്രോ ക്യാമറയിലായിരിക്കും ഇനി കൂടുതലും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇതെങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് അങ്ങോട്ട് സെറ്റായില്ല. ഇന്നലെയാണ് ഇതിങ്ങനെ വാങ്ങിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നിലവിൽ ഇതിൻ്റെ അൺബോക്സിങ് ഓൾറെഡി കഴിഞ്ഞതാണ് കേട്ടോ. കാരണം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ ഇത് അൺബോക്സ് ചെയ്തിരുന്നു. കാരണം നമ്മൾ ഒരു ഗോപ്രോ എന്നല്ല, ഒരു ആക്ഷൻ ക്യാമറ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിപ്പിച്ച് കണക്റ്റൊക്കെ ചെയ്യിപ്പിച്ചാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഓൾറെഡി ഇത് ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയത് എറണാകുളത്തെ വി ട്രേഡേഴ്സിൽ നിന്നാണ്. വി ട്രേഡേഴ്സ് യൂട്യൂബ് വാച്ച് ചെയ്യുന്ന ഒരു മാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എറണാകുളത്തെ ഒരു വലിയ ഷോപ്പാണ് വി ട്രേഡേഴ്സ്. ക്യാമറ ആക്സസറീസ് വിൽക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ഇന്നലെയാണ് ഇത് വാങ്ങിയത്. ഇനി ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഗോപ്രോയുടെ ഒരു ക്യാമറ മേടിക്കണം എന്നുള്ളത്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കീറിയാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. ഇത് അടിപൊളി പാക്കിംഗ് ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറ എടുക്കാം. അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഇവരുടെ പ്രോഡക്റ്റൊക്കെ വരുന്നത് കേട്ടോ. ഗോപ്രോയുടെ എല്ലാ മോഡലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതുണ്ട്, ഒരു ഗ്ലാസ് കേസിലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതൊരു 4K ക്യാമറയാണ്. ഒപ്പം ഇത് ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനുണ്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ പിക്ചർ ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്ന അതൊക്കെ ഇനി മുതലുള്ള വീഡിയോകളിലൊക്കെ മാറുമെന്ന് വിചാരിക്കാം. ഒപ്പം ലൈവ് സ്ട്രീമിങ്ങും സ്ലോ മോഷൻ വീഡിയോ ചെയ്യാം. 4K 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം. 12 MB ഒരു ക്യാമറയാണ്. ഹൈപ്പർ സ്മൂത്ത് സ്റ്റെബിലൈസേഷനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കവറിൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളിത് ആക്റ്റീവ് ചെയ്യണതിന് മുമ്പാട് തന്നെ ഇതൊരു ഗോപ്രോയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ ലിങ്ക് ചെയ്യാം. 2 ഓപ്ഷനിലാണ്. ഇത് ഈ പാക്കിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കിത് അൺസ്ക്രൂ ചെയ്യാം. ഇതിങ്ങനെ ഉണ്ടോ? ഇതാണ് ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിത് പാക്കറ്റിനകത്ത് കുറേ കാര്യങ്ങൾ കൊണ്ട് കാണിച്ചിടാം. പാക്കറ്റിനകത്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ യൂസർ മാനുവലൊക്കെയാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒക്കെ പിക്ചർ സഹിതം കാണിക്കുന്ന ഒരു കാർഡുണ്ട്. അപ്പം ഇതിൻ്റെ യൂസർ മാനുവൽ ഇതെന്താണെന്നറിയില്ല. എന്തൊക്കെയോ സാധനങ്ങൾ പേപ്പറുകൾ. ഇത് ഗോപ്രോയുടെ 2 സ്റ്റിക്കറുണ്ട്. എന്ത് സാധനമുണ്ട് അറിയില്ല. വാറണ്ടി കാർഡാണ്. 2 ഇയർ വാറണ്ടി ഉണ്ട്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു പാക്കിങ്ങിൽ ഒരു ചാർജിങ് കേബിളുണ്ട്, ഒരു ബാറ്ററി പാക്കുണ്ട്, ഒരു ഹെൽമറ്റ് മൗണ്ടുണ്ട്. ഇത്ര സാധനം ഇതിനകത്തുണ്ട്. വലിയ പാക്കറ്റൊക്കെയാണ്, പക്ഷേ ഉള്ള സാധനങ്ങൾ ഏറ്റവും ചെറിയ സാധനങ്ങളുമാണ് ക്യാമറ അടക്കം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇത് ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്താന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ ഞാൻ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തിട്ടേക്കുവാണ്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ക്യാമറ ഹീറോ 7 ഇറങ്ങിയതിന് ശേഷം ഇതിറങ്ങിയപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആകെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ നമുക്കൊരു ഹാർഡ് കേസ് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു മൗണ്ട് ഇതിനകത്ത് ഇൻബിൽറ്റാണ്.
അതുമാത്രമാണ് ഇതിനകത്ത് വന്നത്. ഇതിലൊരു ഫ്രണ്ട് സ്ക്രീനും കൂടെ ഇവർ കൊടുത്തിരുന്നെങ്കിൽ, DJ ഓസ്മോടെ പോലെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഇത്തിരി കൂടി. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നമുക്ക് ഹാർഡ് കേസ് ഇല്ലാതെ തന്നെ ഇത് ഹെൽമെറ്റിലോ കൂടാതെ ട്രൈപോഡുകളിലോ സെൽഫി സ്റ്റിക്കിലോ എന്തിലും വേണമെങ്കിലും ഇത് മൗണ്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ, സ്ക്രൂ. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ബാറ്ററി ഇട്ട്, ബാറ്ററി പാക്ക് ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇതാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ മെമ്മറി കാർഡ്, ഇവിടെയാണ് ഇടുന്നത്. ഞാൻ ഇന്നലെ തന്നെ മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ടിരുന്നു. ഇത് C ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. ക്ലോസ് ആയി. പിന്നെ ഇത് നോക്കുന്നു, ഓൺ ചെയ്തു. ചാർജിങ് ഇതാണ്. ഓണായിട്ടാ ഉണ്ടോ? കാണാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കി ഇതിനകത്ത് ടച്ച് സ്ക്രീനാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ടച്ച് സ്ക്രീനാണ്. നല്ല ടച്ച്, അത്യാവശ്യം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് ക്യാമറയുടെ ബാക്കി ഫങ്ഷനെ കുറിച്ചൊന്നും എനിക്ക് പറയാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് എടുത്തിരുന്നു. ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ഈ വീഡിയോടൊപ്പം തന്നെ ചേർക്കാം. അപ്പോൾ നിങ്ങളെ ഒന്ന് ഈ ക്യാമറ, നമ്മുടെ പുതിയ ക്യാമറ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് GoPro ക്യാമറയിലുള്ള മനോഹരമായ വീഡിയോസ് ആയിരിക്കും ഇനി മുതൽ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടെ വാങ്ങിച്ചു. ഇതാണ് 1700 രൂപയോളം വില വരും ഒരു എക്സ്ട്രാ ബാറ്ററിക്ക്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില, ഓൺലൈനിലെ വില, ഞാനിപ്പോൾ വാങ്ങിച്ച വിലയിൽ ഏതാണ്ട് 12,000 രൂപ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ ചെന്നപ്പോഴാണ് ഓൺലൈൻ മാർക്കറ്റ് വഴി മേടിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ക്വാളിറ്റി കുറവാണ് എന്നൊക്കെ വാർത്തയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാനിത് IMA സ്റ്റുഡൻറ്റിൽ നിന്നാണ് ഇത് വാങ്ങിക്കാതിരുന്നത് ഓൾറെഡി. അപ്പോൾ എനിക്ക് ആകെപ്പാട് ടെൻഷനായി. എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആകെപ്പാട് ആറ്റുനോറ്റൊരു ക്യാമറ മേടിക്കാമെന്ന് വെച്ചപ്പോൾ അതീ പറഞ്ഞ പോലെ വേറെ വല്ല ഗുലുമാലാവുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് മാറ്റുകയും പിന്നെ കടയിൽ പോയി എടുക്കുകയും ചെയ്തു. ഏകദേശം 33,500 രൂപയോളം ക്യാമറക്ക് മാത്രം വിലയുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റൊന്നും തന്നെ സൗജന്യമായിട്ട് കിട്ടുന്നില്ല. പുതിയ ക്യാമറ കാരണം ഓഫറുകളൊന്നും ഇല്ലായിരുന്നു, ഇത് മാത്രം ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ ട്രൈപോഡെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, അതൊന്നും കിട്ടിയില്ല. ഇനി അതെല്ലാം നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറയുടെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷ്വലും ഫോട്ടോസും കൂടി ഞാൻ ഇതിലൂടെ കാണിക്കാം, ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷ്വലിലേക്ക് പോകാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ക്യാമറ കൈ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഇപ്പോഴും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ക്യാമറ. എൻ്റെ സ്റ്റെബിലൈസേഷൻ അത്രത്തോളം ഉണ്ടെന്ന്, നല്ല സ്പീഡിലാണ് ഓടുന്നത്. ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യക്തമാകും. ഇപ്പോൾ ഹൈപ്പർ സ്മൂത്തിലാണ് നമ്മളിത്.
ക്യാമറയുടെ വിശേഷങ്ങളും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒപ്പം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മുതൽ നല്ല നല്ല വീഡിയോകൾ ഈ ക്യാമറയിലൂടെ പകർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.